സാറേ, കരീബിയൻ കടലിൽ കൊളംബിയയുടെ ഒരു അന്തർവാഹിനിക്ക് നേരെ ഒരു ആക്രമണം എന്ന് പറഞ്ഞാൽ അന്തർവാഹിനി തകർത്തു എന്നാകട്ടെ, എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? അന്തർവാഹിനി തകർത്തത് അമേരിക്ക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാലത്ത് ഒരു രഹസ്യ ഉത്തരവ് ട്രംപ് പുറപ്പെടുവിച്ചതായിട്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് വെനസ്വേലൻ പ്രസിഡൻറ്റ് മദൂറോയെ തട്ടിക്കളയാം വേണമെങ്കിൽ, അതുപോലെ തന്നെ അവിടെ നിന്ന് മയക്കുമരുന്ന് കടത്ത് തടയാനായിട്ട് എന്തു വേണമെങ്കിലും CIA ചെയ്യാം എന്നാണ് ഉത്തരവ്. എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതുൾപ്പെടെയാണല്ലോ. എന്ന് പറഞ്ഞാൽ വെനസ്വേല ഭരണകൂടത്തിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മയക്കുമരുന്ന് ശരിക്കും മെക്സിക്കോയിൽ നിന്നൊക്കെ കടത്തുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഫെൻറ്റനൈൽ. പക്ഷെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മദൂറോയെ പുറത്താക്കിയിട്ട് ഇപ്പം നൊബേൽ സമ്മാനം കിട്ടിയ മറിയ മച്ചാഡോ അവരെയൊക്കെ കൊണ്ടുവന്നാൽ, അധികാരത്തിൽ കൊണ്ടുവന്നാൽ അദ്ദേഹത്തിൻ്റെ പാവ പോലെ താൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നോളും. കാരണം ഹ്യൂഗോ ഷാവേസ് മുതൽ മാത്രമല്ല, അവിടെ വെനസ്വേലയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരം ഉള്ളത്. അത് കഴിഞ്ഞ് ബാക്കി രാജ്യങ്ങളൊക്കെ ഉള്ളൂ. സൗദി, ഇറാനും ഒക്കെ പിന്നെ താഴെയാണ്. ഏറ്റവും കൂടുതൽ വെനസ്വേലയിലാണ് ശേഖരം. അതിൻ്റെ അകത്ത് ട്രംപിന് വലിയ കണ്ണുണ്ട്. അപ്പോൾ ഈ അന്തർവാഹിനി തകർക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അന്തർവാഹിനി തകർത്തിരിക്കുന്നത് ട്രംപ് പറയുന്നത് ഇത് വ്യാഴാഴ്ചയാണ് തകർത്തത്. ട്രംപ് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഫെൻറ്റനൈലും ബാക്കി മയക്കുമരുന്നുകളും ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇത് വൈറ്റ് ഹൗസ് പുറത്തിറക്കിയിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ആണ്. എന്തുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ എന്ന് നമുക്കറിയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഒരു മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരുന്ന ഒരു അന്തർവാഹിനി. ഇതിൻ്റെ പുറകുവശത്ത് പെട്ടെന്ന് ഇതിങ്ങനെ കാണാം നമുക്ക്. പുറകുവശത്ത് പിന്നെ പെട്ടെന്ന് സ്ഫോടനങ്ങൾ നടക്കുകയും ഇത് തകരുകയും ചെയ്യുന്ന വീഡിയോ വൈറ്റ് ഹൗസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ആണ്. ഇങ്ങനെ ഒരു സെക്കൻഡൊക്കെ ഉള്ളൂ ഇങ്ങനെ പൊട്ടി തകരുന്നത് അന്തർവാഹിനി വീഡിയോ. അപ്പോൾ കരീബിയൻ കടലിലെ ഈ നാർക്കോട്ടിക് റൂട്ടിലാണ് ഇത് തകർത്തതെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് പാത കരീബിയൻ കടലിലെ വലിയ മയക്കുമരുന്ന് ശേഖരവുമായിട്ട് വന്ന മുങ്ങിക്കപ്പൽ തകർത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആദരവ് തോന്നുന്ന കാര്യമാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ആൻ ഓണർ ഫോർ മീ എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ. 2 ഭീകരരെ, ടെററിസ്റ്റ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, 2 പേരെ കൊന്നു. എന്നിട്ട് ട്രംപ് പറഞ്ഞു, ഈ കപ്പൽ അമേരിക്കയിലേക്ക് അടുക്കാൻ നമ്മൾ അനുവദിച്ചിരുന്നെങ്കിൽ, ഈ മുങ്ങിക്കപ്പൽ 25,000 അമേരിക്കക്കാർ കൊല്ലപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന്, ഫെൻറ്റനൈലിന് അടിമയായിട്ട് ഒരുപാട് ആളുകൾ അവിടെ ഫെൻറ്റനൈലിന് അടിമയായിട്ട്, അതൊരു വാസ്തവമാണ്. മരിച്ചു പോകുന്നുണ്ട് എന്നുള്ളതൊരു കണക്കുണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ. അതുകൊണ്ടാണ് മെക്സിക്കോയിൽ അതിർത്തി മതിൽ പണിയണം എന്നൊക്കെ പറഞ്ഞ് കുറെ നാളായിട്ട് ഇരിക്കുന്നത്. കാനഡയിൽ നിന്നും വരുന്നുണ്ട് ഇത് ധാരാളമായിട്ട്. അപ്പോൾ 2 ഭീകരരെ പിടിച്ചിട്ട് അവരുടെ രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു. അത് ഇക്വഡോറും കൊളംബിയയും ആണ്. കൊളംബിയയിലേക്ക് ഒരാളെ കിട്ടിയതായിട്ട് കൊളംബിയൻ പ്രസിഡന്റ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞത് അവിടെ നിയമ നടപടികൾ എടുത്തോട്ടെ, അതുകൊണ്ട് ഇക്വഡോറിലേക്കും കൊളംബിയയിലേക്കും അയച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിച്ചോളാം എന്ന് കൊളംബിയൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഗുസ്താവോ പെട്രോ ഞങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അമേരിക്കൻ ഭടന്മാർ ഇത് തകർത്തല്ലോ. അമേരിക്കൻ ഭടന്മാർക്കാർക്കും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. പരിക്കൊന്നുമില്ല. അപ്പോൾ പാതി മുങ്ങിയ ഒരു അന്തർവാഹിനിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. അതിൻ്റെ മുൻവശം മുങ്ങുന്നത് കാണാം, തിരമാലകൾക്കിടയിൽ ഇങ്ങനെ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നതൊക്കെ കാണാം, പിന്നെ സ്ഫോടനങ്ങളും ഒക്കെ കാണാം. അപ്പോൾ
രക്ഷപ്പെട്ട രണ്ടുപേരുണ്ടല്ലോ, മരിക്കാത്തവർ രണ്ടുപേര്, അവരെ ഹെലികോപ്റ്ററിൽ എടുത്ത് അമേരിക്കൻ നേവിയുടെ യുദ്ധക്കപ്പലിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇക്വഡോറിലേക്കും കൊളംബിയയിലേക്കും പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇതുവരെ ഇപ്പം രണ്ടുപേരെ കൊലപ്പെടുത്തിയല്ലോ. ഈ സെപ്റ്റംബർ മുതൽ ഇതുവരെ 29 പേരെ അമേരിക്ക കൊന്നിട്ടുണ്ട്. ഈ വെനസ്വേലൻ കപ്പലുകളൊക്കെ ഫെന്റനിൽ കയറ്റിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ആക്രമിക്കുന്നുണ്ട്. അതായത് ഈ വെനസ്വേലൻ പ്രസിഡന്റിന്റെ പ്രധാനപ്പെട്ട പരിപാടി ഡ്രഗ്, മയക്കുമരുന്ന് കച്ചവടമാണെന്ന് വരുത്തിയിട്ട് അയാളെ തട്ടിക്കളയാന്നുള്ളതാണ് ട്രംപിന്റെ പദ്ധതി എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ സെപ്റ്റംബർ മുതൽ 29 പേരെ കൊന്നിട്ടുണ്ട്. കപ്പലുകൾ, വെനസ്വേലയുടെ ഒക്കെ കപ്പലുകൾ പല സ്ഥലത്തും ആക്രമിച്ച് സെപ്റ്റംബർ ആദ്യം മുതൽ. ഇത് മറ്റേ 9/11 ഇതുണ്ടല്ലോ, ട്വിൻ ടവർ അമേരിക്കയിലെ, അതിനുശേഷം ജോർജ് ബുഷ് പ്രത്യേക അധികാരങ്ങൾ കൈയാളിയിട്ട് ദേശീയ സുരക്ഷയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തും ഇതുപോലെ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ടായിരുന്നു ജോർജ് ബുഷ്. അതിന് സമാനമായ അധികാരങ്ങൾ സ്വയം കൈയാളിയിട്ടാണ് ഈ ട്രംപ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. തെളിവൊന്നുമില്ലാതെ ഇങ്ങനെ വെനസ്വേലൻ കപ്പലുകൾ ആക്രമിക്കുന്നതൊക്കെ ശരിയോ? അപ്പോൾ അയാൾ പറയുന്നത് ഡ്രഗ് കാർട്ടലുകൾക്കെതിരെയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്നാണ്. അപ്പോൾ കരീബിയൻ കടലിൽ ഇപ്പോൾ ധാരാളം ഗൈഡഡ് മിസൈൽ യുദ്ധക്കപ്പലുകൾ ഉണ്ട്. ഗൈഡഡ് മിസൈലുകൾ വഹിക്കുന്ന ഡിസ്ട്രോയേഴ്സ് യുദ്ധക്കപ്പലുകളുണ്ട്. F-35 പോർ വിമാനങ്ങളുണ്ട്, ആണവ മുങ്ങിക്കപ്പലുകളുണ്ട്, 6500 ഭടന്മാരെയും വിന്യസിച്ചിട്ടുണ്ട്. ഈ മയക്കുമരുന്ന് കയറ്റി വരുന്ന കപ്പലുകൾ ആക്രമിക്കുക എന്ന് പറഞ്ഞിട്ട് 6500 ഭടന്മാരെയും വിന്യസിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് CIA ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 6ാമത്തെ അമേരിക്കൻ ആക്രമണം ആയിരുന്നു സെപ്റ്റംബർ മുതൽ. ഇപ്പം ഈ അന്തർവാഹിനിയെ തകർത്തത്. അന്തർവാഹിനിയിൽ മയക്കുമരുന്ന് കടത്തുന്നു എന്നൊക്കെ ഉള്ളതല്ലേ? അതെ അതെ, അത് വളരെ വിചിത്രവും അസാധാരണവുമാണ് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ. കാരണം എനിക്കിത് ഇക്കാര്യത്തിൽ ബലമായ സംശയമുള്ളത്, ഒരു അന്തർവാഹിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു വിലയാണല്ലേ? അതെ, നമ്മൾ 4-5 അന്തർവാഹിനി മേടിക്കുമ്പോൾ, ഫ്രാൻസിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ സ്കോർപിൻ 25,000 കോടി രൂപയല്ലേ കൊടുത്തിരുന്നത്? അതിനെ വെച്ചിട്ട് മയക്കുമരുന്ന് നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, അത് ഇങ്ങനെ തകർത്ത് കളയുന്ന ഇത്രയും രൂപ ചെലവുള്ള ഒരു അന്തർവാഹിനികളൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുമോ? നമുക്ക് സംശയമുണ്ട്. അതെ, അങ്ങനെയൊക്കെയാണോ അതിൻ്റെ ഓപ്പറേഷൻ? അപ്പോൾ സെമി സബ്മർജിബിൾ വെസൽസ് എന്നും റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ട്രംപ് പറഞ്ഞത് ഇത് വെനസ്വേലയുടെ അന്തർവാഹിനി ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ട്രംപ് ഇന്നലെ പറഞ്ഞത് കൊളംബിയ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ഡ്രഗ് ഡീലറാണ്. കൊക്കൈൻ്റെ ഏറ്റവും വലിയ ഉൽപ്പാദനം നടക്കുന്നത് ലോകത്തിൽ കൊളംബിയയിലാണ്. അത് വാസ്തവം. കൊളംബിയയിലാണ് ഏറ്റവും കൂടുതൽ കൊക്കൈൻ ഉൽപ്പാദനം നടക്കുന്നത്. അപ്പോൾ ആ പ്രസിഡന്റിന് ഗുസ്താവോ പെട്രോയ്ക്കുള്ള വിസ അമേരിക്ക റദ്ദാക്കും, യാത്രയൊന്നും നടത്താൻ പറ്റാത്തവണ്ണം ഉപരോധം ആൾക്കെതിരെ ഏർപ്പെടുത്തും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രസ്താവന വന്നപ്പോഴാണ് ഇത് കൊളംബിയയുടെ അന്തർവാഹിനി അല്ലേ എന്നൊരു സംശയം ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വ്യാഴാഴ്ച നടന്ന സംഭവവും കാര്യങ്ങളുമൊക്കെ. മറ്റേത് ഈ ന്യൂയോർക്ക് ടൈംസിൽ വന്ന റിപ്പോർട്ട്, അതായത് മദുറോയെ ശരിപ്പെടുത്താനായിട്ട് CIA രഹസ്യമായിട്ട് CIA അനുവാദം കൊടുക്കണമല്ലോ. അതെ. അപ്പോൾ വെനസ്വേല ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ CIA അനുവാദം കൊടുത്തു എന്നുള്ളത് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിരുന്നു ട്രംപ്. അത് നമ്മൾ വേറൊരു ചർച്ച നമ്മൾ ചെയ്തിരുന്നു, വിശദമായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ എണ്ണ ശേഖരത്തിൽ വെനസ്വേലയെ സംബന്ധിച്ച് എണ്ണ ശേഖരം ആണ് പ്രധാനം. അതിന് മയക്കുമരുന്ന് ഡീലറാണ് പ്രസിഡന്റ് എന്നൊക്കെ ട്രംപ് പറഞ്ഞു പരുത്തുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കൊളംബിയ അത്യാവശ്യമൊക്കെ അമേരിക്കയുടെ കൂടെയൊക്കെ സഖ്യത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം പെട്ടെന്ന്
കൊളംബിയൻ പ്രസിഡൻറ്റും ട്രംപിന് വേണ്ടാത്ത ആളായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അന്തർവാഹിനി തകർത്ത സംഭവം എന്നാണ് കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.